എനിക്ക് നിങ്ങളുടെ പണപ്പെട്ടിയൊന്നും വേണ്ട അത് ഇത് നോക്കാം. ഞാൻ എപ്പോഴും പറയും ഞാൻ എൻ്റെ പണിയെടുത്തിട്ട് ഞാൻ നോക്കുള്ളൂ, എനിക്ക് വീടൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. സായിച്ചേട്ടൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇവള് പറഞ്ഞിട്ടുണ്ട്. ആളിപ്പോൾ തന്നാലും അവരെ സ്നേഹം കൊണ്ടാണ്, ഒരു ആത്മാർത്ഥമുള്ള സ്നേഹം കൊണ്ടാണ് അവർ തരിക. പക്ഷെ ഞാനത് അവിടെ വെച്ച് ഞാൻ പറയും ചേട്ടാ വേണ്ട എന്നുള്ളൊരു രീതിയിൽ. ഫാൻസ് ഇപ്പൊ കൂടുതൽ ജിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെ ജിൻഡോ ചേട്ടൻ തന്നെ. നമ്മളായിട്ട് നിൽക്കുക, അതാണ് സത്യം. അതല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച് നിന്നിട്ട് കാര്യമില്ല, അഭിനയിച്ച് നിൽക്കണവർക്കാണ് അവിടെ ഇപ്പൊ കൂടുതൽ. അർജുൻ ശ്രീതു മീൻസ് ലവ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ പുറത്തു വരുമ്പോ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അകത്ത് കയറിയപ്പോ അവര് ഫ്രണ്ട്സ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആണ്, പക്ഷെ അവരുടെ വെള്ളം വേണോ? വേണ്ട, വെള്ളം കുടിപ്പിക്കേണ്ട. അങ്ങനെ കാണുന്ന ഒരു രീതിയിലേക്ക് ഒരു ബെസ്റ്റ് ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് എന്തുകൊണ്ടാണ് കണ്ടന്റ് കൊടുക്കാൻ അടിപൊളിയായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയും കയറി ഇങ്ങനെ പിടിച്ച് കൊടുക്കും. ഗെയിമിൽ അതായത് ആൾക്ക് വാശിയുണ്ട്, പിന്നെ ജയിക്കണം എന്നുള്ളത്. ശ്രീതു ചേച്ചിയും അർജുൻ ചേട്ടനായിട്ടാണ്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. റീസൺ ഇല്ല, എന്തെങ്കിലും ഇപ്പൊ ടാസ്കിന്റെ ഇടയിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഞാൻ പറയും, ഞാൻ എന്നോട് മീൻസ് ജാസ്മിന് വയ്യ നീ പോയി നോക്കുന്ന ഞാൻ ശ്രീതിച്ചോട് പറഞ്ഞു നിങ്ങളല്ലേ രണ്ടാളല്ല നോക്കണേ, നിങ്ങളുടെ ചങ്കല്ലേ നിങ്ങൾ പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞു. ജിൻഡോ ചേട്ടൻ അങ്ങനെ ആരെവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എനിക്ക് തോന്നിയിട്ടില്ലേ. ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന അകത്തുള്ളപ്പോ എനിക്ക് തോന്നിയിരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറയട്ടെ സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കയറ്റി വിട്ടത്. സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. ബൈറ്റ് ഹോംസ് ഫോർ അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ ഇന്ന് നന്ദന. ഹായ്, ഹലോ. നമസ്കാരം. ഒരു 2 ആഴ്ചയെങ്കിലും നിന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് 8 ആഴ്ച കയറി മേഞ്ഞു വന്നിരിക്കുകയാണ് അല്ലെ? പിന്നെ അല്ല, എവിടേക്കോ ചിന്ത ഉണ്ടായിരുന്നല്ലേ കുറച്ച് ദിവസം മാത്രം മതി, അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും. എന്തായിരുന്നു ശരിക്കും കുറച്ച് ദിവസം എന്നല്ല ചേട്ടാ മനസ്സിൽ തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനൊരു കോമണർ ആയിട്ട് കയറുന്ന ആളാണ്. എനിക്കെന്ന് വെച്ചാൽ വലിയൊരു നമ്മളിപ്പോ റീൽസ് ചെയ്യും ടിക്ടോക്ക് ചെയ്യും എന്നല്ലാണ്ട് നമുക്ക് ഇത്ര വലിയ ഫെയിം അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒരു PR എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പോലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കയറിയിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിർത്തട്ടെ, അല്ലെങ്കിൽ 2 ആഴ്ച. ലാലനോട് ഞാൻ പറഞ്ഞത് 50 ലക്ഷം കൊണ്ട് കപ്പ കടിച്ചിട്ടൊക്കെ വരുന്നതാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ 50 ലക്ഷം അല്ല. അപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ അവിടെ കയറുമ്പോ തന്നെ എല്ലാവരുടെയും ആ കപ്പിലോട്ട് തന്നെയാണ് അല്ലെ, ആ പ്രൈസ് മണിയിലോട്ട് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എവിടെയും 2 ആഴ്ചയിൽ നിന്നാൽ മതി ഭാഗ്യം എന്നുള്ളൊരു ചിന്ത എവിടുന്നോ? അങ്ങനെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല, ഭാഗ്യമൊന്നുമില്ല. 2 ആഴ്ച നിന്നപ്പോ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ കൊള്ളാലോ നീ. അപ്പൊ ഞാൻ ശ്വേത ചേച്ചി വന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു തൃശ്ശൂർക്കാരി ഫുൾ ടൈം ചേച്ചി വന്നിട്ട് തൃശ്ശൂർക്കാരി എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനർജി ആയിരുന്നു. അപ്പൊ ആ ചേച്ചിക്ക് കുറച്ച് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ എന്റെ വീഡിയോ കണ്ടപ്പോൾ ആൾ കുറെ ചിരിച്ച് നന്നായി ഹാപ്പി ആയിട്ട് വന്നേ. അപ്പൊ എന്നെ കുറെ അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പുറത്തൊന്നും കുഴപ്പമില്ല, നിന്ന് പോകും തോന്നുന്നുണ്ട് ഇനി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 2 ആഴ്ചത്തെ മൈൻഡൊക്കെ വിട്ട് നമുക്ക് നീ കപ്പടിക്കാം എന്നുള്ള മൈൻഡിലൊക്കെ നിന്നു. അതിന്റെ ഇടയ്ക്ക് പിന്നെ പെട്ടിയുടെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാലോ സംഭവിച്ചു. എവിടേക്കോ അവനവനെ തന്നെയാണോ അവിടെ കണ്ടതും കളിച്ചതും ഒക്കെ? ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല ഒരിക്കലും. അവിടുത്തെ ഒരു പ്രഷറോ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ഉള്ള മൊമെന്റ്സോ കണ്ടസ്റ്റൻസോ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നതിന് തന്നെ? ഇല്ലില്ല. പിന്നെ എങ്ങനെയാണ് പോകുന്നതിനേക്കാൾ മുമ്പ് അവിടെയുള്ള ഈ കലബല അടിപിടി ബഹളങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നു പറഞ്ഞ ആൾക്ക് കൃത്യമായിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റാതെ അവിടെ പോയിട്ട് ഈ അടിപിടി ബഹളമൊക്കെ ആക്കാൻ പറ്റിയത്? അത് നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, നമ്മളിപ്പോ 19 പേരാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഞാൻ പുറത്ത് കുറെ ആൾക്കാരെ കണ്ടിട്ടാണ് പോയത്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പൊളിച്ചെടുക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. നമുക്ക് ഈ 19 പേരും രാവിലെ അവരെ എണീക്കുമ്പോൾ അവരെ മുഖം തന്നെ, തൊട്ടപ്പുറത്ത് കിടക്കുന്നത് അവരെന്നെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്കെല്ലാം അല്ല ക്ഷമ ദേഷ്യമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം മാക്സിമം. പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വീണ്ടും 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 വരുമ്പോ ഉള്ള പ്രശ്നം നമ്മളപ്പോ പൊട്ടിത്തെറിക്കും. ഇത്രയും ദിവസം ഇവർ തന്നെ ആവണമെന്നുള്ളത് ഓൾറെഡി അറിയാലോ, അറിയാം. നമ്മൾ അതിന്റെ ഉള്ളിൽ പോകും, പക്ഷെ അല്ല ഇതിന്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാരും പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആവുകയോ അതോ സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കയറ്റി വിട്ടത്. സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ മനസ്സിലായി സ്ക്രിപ്റ്റഡ് ഒന്നല്ല, നമ്മൾ തന്നെ അനുഭവിക്കണം ചെയ്യണമെന്നാണല്ലോ. ഈ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള ഡൗട്ട് ഉള്ള ഒരാൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ കണ്ടസ്റ്റൻസ് ഇത്രത്തോളം അടിപൊളി ഉണ്ടാവുമ്പോൾ ഇവരെന്ത് ഈ ബഹളം വെക്കണേ? ചിലപ്പോൾ അത് സ്ക്രിപ്റ്റിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമ്മൾ വിചാരിച്ചു തല്ലൂടനാണ്ട് പോരും എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടുണ്ടാവും ഇതിന്റെ ഉള്ളിൽ, അതുകൊണ്ടാവും അങ്ങനെ തല്ലൂടുണ്ടാവുക, എല്ലാ ക്രൂ മെമ്പേഴ്സ് അങ്ങനെ പറഞ്ഞു വിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ നമ്മുടെ അടുത്ത് ഒന്നും പറയില്ല അവർ, നമ്മൾ അങ്ങോട്ട് കയറ്റി വിടും, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അങ്ങനെയാണ് ശരിക്കും. അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിന്റെ ബലത്തിലാണ് അവർ കയറ്റി വിട്ടതെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കണ്ടസ്റ്റൻസിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ ഒരു ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ സംഘാടകർ വിട്ടാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നന്ദനയ്ക്ക് പറയാൻ പറ്റും അവിടെ ഇത്രയും അടിപൊളിയാണ് അത് മാറ്റാൻ പറ്റും?
ഒരിക്കലും പറയാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്ദന കയറിയാലും അവർ പറയുമ്പോൾ അത് ചെയ്യേണ്ടി വരും. അത് ഉറപ്പായിട്ട് ചെയ്യേണ്ടി വരും. ശരിക്കും അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റഡ് ആണെന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ അവർ നമ്മളോട് ഒന്നും പറയില്ല. നമ്മളോട് ഇപ്പൊ ഓക്കെ നന്ദന കയറാനുള്ള സമയം അത് കയറല് നമ്മളത് ഇരുത്തിയിട്ട് അത് മണിക്കൂറോളം ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി വിടുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടി സംസാരിക്കുന്നു. അത് നമ്മൾ ടി വിയിൽ കണ്ട ആൾക്കാരാണ്, ഒരേഷ്യൻ്റെ ബിഗ് ബോസിലെ ഷോയിൽ കണ്ട ആൾക്കാരാണ്. നമ്മൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ ജാസ്മിൻ ചേച്ചിയും ഗബ്ബർ ചേട്ടാ അവരൊക്കെയാണ് ടാർഗറ്റ് ഇല്ല ഒരു നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവും ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര എല്ലാവരുടെയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ഇപ്പോൾ ഇന്ന ആൾ ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആളായിരിക്കും പാവം. അപ്പൊ മറ്റാളാണ് നന്നാക്കണം എന്ന് വിചാരിച്ചു പോയിരുന്നവർ അകത്തെത്തിയപ്പോ പാവങ്ങളായിരുന്നു. എല്ലാവരും അവിടെ പാവങ്ങളാ ചേട്ടാ. അങ്ങനെ ഒരാളെന്നൊന്നും ഇതില്ല. എല്ലാവരും പക്ഷെ ദേഷ്യം നമുക്ക് ഇങ്ങനെ പറയില്ലേ നമ്മളോട് തല്ലൂടെ വേണമെന്ന് ചോരെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പൊട്ടും. പക്ഷെ അവിടെ ചെന്ന് ജാസ്മിൻ ഗബ്രി ഇത് പൊളിക്കണം വെച്ച് പോയ ഒരാളാണ്. അങ്ങനെ പൊളിക്കണം കഴിഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു ഓൾറെഡി പൊളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും അവരുടെ പ്രണയമല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. അതല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് ശരിക്കും എന്താ നിങ്ങൾ തമ്മിൽ ചോദിച്ചപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോലെ പ്രണയമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഓൾറെഡി. പിന്നെ അവര് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ചേട്ടാ റിലേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് അറ്റാച്ച്മെന്റ് വേണ്ട എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ഓൾറെഡി ആവും നമുക്ക്. അങ്ങനെ ഒരു പിന്നെ അത് നിങ്ങൾ ചേട്ടാ ഇതൊന്നും കണ്ടിരുന്നില്ല എന്നൊക്കെ അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണ്ടല്ലോ പെങ്ങള് കുട്ടി മറ്റേ എന്നെന്നും തങ്കക്കൂടൊക്കെ പറഞ്ഞിട്ട് തന്നെ കുറെ ട്രോളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. കണ്ടില്ല ചേട്ടാ? എല്ലാം കണ്ടിരുന്നു. ഈ കണ്ടസ്റ്റൻസ് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും കാണാറില്ല, നോക്കാറില്ല, കമന്റ്സ് ബോക്സ് നോക്കാറില്ല എന്നൊക്കെ. നന്ദന ഇതിൽ നിന്ന് വിപരീതമാണ്. ഞാൻ എല്ലാം കണ്ടു. കമന്റ് ഒക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു നന്ദന കമന്റ് ഒന്നും നോക്കണ്ടാ. പക്ഷെ ഞാൻ ആദ്യം കമന്റ് നോക്കിയത് എല്ലാം അത് ഞാൻ ഇരുന്ന് ചിരിക്കായിരുന്നു ഒരേ കമന്റ് കാണുമ്പോൾ. നമുക്ക് പോസിറ്റീവായിട്ട് എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇറങ്ങിയാല് ഇപ്പൊ ഒരാള് എല്ലാ സീസണിലും ഇപ്പൊ മുൻ സീസണിലാണെങ്കിൽ പണപ്പെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ, പിടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ പണപ്പെട്ടി പിടിച്ചിറങ്ങിയ വ്യത്യാസമുണ്ട്. കാരണം ഇത് പിടിച്ചിറങ്ങിയ ആൾക്കല്ല, അത് വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് പണപ്പെട്ടി എടുത്തതെന്ന് വരെ പറഞ്ഞു. ആണോ അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടോ? ഇല്ല. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് സ്വീകരിക്കോ? പണപ്പെട്ടി തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അത് ഞാൻ സായിച്ചാനോട് സിജുനോട് രണ്ടാളോട് പറഞ്ഞിട്ടുണ്ട് വീടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയും. എനിക്ക് നിങ്ങളുടെ പണപ്പെട്ടി ഒന്നും വേണ്ട അത് ഇതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. ഞാൻ എന്റെ പണി എടുത്തിട്ട് ഞാൻ നോക്കുള്ളൂ, എനിക്ക് വീടൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. സായിച്ചേട്ടൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇവള് പറഞ്ഞിട്ടുണ്ട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ പണപ്പെട്ടിയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഞാൻ പണി എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിപ്പോ തന്നാലും അവരെ സ്നേഹം കൊണ്ടാണ്, ഒരു ആത്മാർത്ഥമുള്ള സ്നേഹം കൊണ്ടാണ് അവർ തരിക. പക്ഷെ ഞാനത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട എന്നുള്ളൊരു രീതിയിൽ വേറെ അല്ലെ ഈ പണമിടപാടുകളും മറ്റെന്താണെന്നുണ്ടെങ്കിലും വേറെ ശരിക്കും ബിഗ് ബോസ് പോവാ എന്നുള്ളൊരു എയിം ശരിക്കും ഒരു ഫെയിം എന്നുള്ള രീതിയിലേക്കായിരുന്നു എയിം, അതോ ഈ വീട് വെക്കണം എന്നുള്ള എന്താ വീടാണ് ഫെയിം അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോ നന്ദന അവന് ബിഗ് ബോസിലെ പക്ഷെ വീട് ആഗ്രഹത്തോട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചേട്ടാ. പക്ഷെ ഈ വീട് എന്നുള്ള ആഗ്രഹത്തിൽ വെക്കുമ്പോ വരെ ഒരു വൈൽഡ് കാർഡ് എൻട്രി കിട്ടുന്നു, ഇത്രയും ദിവസം ഗ്യാപ്പ് കിട്ടുന്നു അല്ലെ, ഗെയിം കണ്ടു പോകുന്നു. എവിടേക്ക് ഇതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇല്ല, ഇത്ര ദിവസം കളി കണ്ട് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് ഞാൻ പഠിക്കുന്ന ആള് നോക്കിയിട്ടേ ഇല്ലേ, വല്ലതും കാണും. ഇങ്ങനെ കാണുമ്പോ എന്ത് ശരിയാക്കണം എന്നാ ചായയിലൊക്കെ തുമ്മി ഈ പെണ്ണെന്തെങ്ങനെയെന്നൊക്കെ ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് ചേച്ചി അങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേച്ചി എന്താ അങ്ങനെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് മറുപടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുപടി ആ ചേച്ചി പറഞ്ഞു നമുക്ക് അറിയാണ്ടത് ജസ്റ്റ് വന്നതാടാ, നമുക്ക് ആ ചായയിലേക്ക് ഞാൻ തുമ്മിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കത് കാണുമ്പോൾ എനിക്ക് തുമ്മിയ പോലെ തോന്നണ്ട, പക്ഷെ അത് പുറത്തേക്കാണ് തുമ്മിയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒന്ന് ഓക്കെ ശരി. പിന്നെ നമ്മൾ കാണിക്കുമ്പോ പറയും ചേച്ചി അന്ന് ചെയ്യണ്ട കേട്ടോ, വീണ്ടും പിന്നെ ആള് ചെരുപ്പിടാത്ത കേസിലൊക്കെ വന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ അതൊന്നും തോന്നിയിട്ടില്ല. ചേച്ചി ജസ്റ്റ് നോർമലി നമ്മളൊരു സ്വന്തം വീട് പോലെ കാണണേ, അതുപോലെ ഞാനൊരു സ്വന്തം വീട് പോലെ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ നടക്കണേ അതുപോലെയാണ്. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ലേ, അപ്പോഴാണ് അവര് കയറി അത് പറയാ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ പൊരിഞ്ഞടി കാണാറുണ്ടല്ലോ ബഹളം. ഈ ബഹളം ബോധപൂർവമാണോ അതോ എവിടേക്കോ നമുക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാലും ശബ്ദം ഉണ്ടാക്കിയാലും സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ എന്നുള്ള തോന്നലുണ്ടോ? കാരണം തുടക്കത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചത് രതീഷേട്ടനെയാണ് അല്ലെ. രതീഷേട്ടൻ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ്. എവിടേക്കോ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്ദനെ രതീഷേട്ടൻ ഒരു ഫീമെയിൽ വേർഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലും കൂടി നന്നായി സംസാരിക്കുന്നു അല്ലെങ്കിൽ കുറെ അധികം ബഹളം ഉണ്ടാക്കി സംസാരിക്കുന്നു എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടേക്കോ ഇങ്ങനെ ചിന്തകളുണ്ട്, നമ്മൾ പറയാനുള്ള മറുപടി കുറെ കൂടി ഒച്ചത്തിൽ അല്ലെങ്കിൽ കുറെ കൂടി കാട്ടിക്കൂട്ടി ഒരു ആക്ഷനോട് കൂടി കാണിച്ചാൽ മാത്രമേ എനിക്ക് തോന്നി ഇല്ലല്ല ആക്ഷൻ ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ഇങ്ങനെയാണ് സംസാരിക്കാറ്. ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിലായാലും വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ എന്തെങ്കിലും തല്ലൂടിയ ഞാൻ ഇങ്ങനെ പറയാറ്. അപ്പോ എനിക്കിങ്ങനെ അവരെ തന്നെയും ചെയ്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് ദിവസം വന്നപ്പോ ഞാൻ ഹഗ് ചെയ്യാൻ പോയപ്പോ ചേച്ചി പറഞ്ഞു മാറി നിൽക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താ ഗബ്രിച്ചേട്ടൻ മാത്രമേ കെട്ടിപ്പിടിക്കൂ. നാക്കി തോന്നില്ല കറക്റ്റ് വന്ന സാധനം അയ്യോ എന്തിന് ഇല്ലില്ല. പക്ഷേ ഓൾറെഡി നന്ദന തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് പറയണ്ടായിരുന്നു പിന്നീട് തോന്നി. അയ്യോ ഇല്ലില്ല ചേട്ടാ, എന്താ കാരണം വെച്ചാൽ പറയണ്ടായിരുന്നു വെച്ചാൽ പിന്നെ അവര് സ്വഭാവം പറഞ്ഞപ്പോൾ പിന്നെ അവര് ഇരിക്കണ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും പുറത്ത് ഇങ്ങനെയാണ് അയ്യോ എന്തെങ്ങനെ പുറത്ത് പോണെന്നുള്ള. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ള ഇരുന്നപ്പോ അറിയാം ഇവര് തമ്മിലുള്ള അങ്ങനെ. പക്ഷെ ഒരാൾക്ക് ഒരാളെ ഹഗ് ചെയ്യണതോ സ്നേഹം പ്രകടിപ്പിക്കുക
എന്തോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നന്ദൻ ഒരാളുടെ അടുത്ത് അത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേറെ ആളോട് അത് ചെയ്യണം എന്നുള്ള, ഇപ്പൊ നന്ദൻ ഒരാളുടെ അടുത്ത് ചെയ്യുന്ന സാധനം ആളോട് ചെയ്തില്ലേ, നന്ദൻ അത് എന്റെ അടുത്തും ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ശരിക്കും അത് അവനവന്റെ യുക്തിബോധം, അവന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും. ഞാൻ ഫസ്റ്റ് വന്ന് കയറിയ സമയമായിരുന്നല്ലോ, അപ്പൊ എല്ലാവരോട് സംസാരിക്കേണ്ട ആള് എന്നോട് മാത്രം സംസാരിക്കുന്നില്ല ജാസ്മിൻ എന്ന് പറഞ്ഞ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ എന്നോട് സംസാരിക്കാത്ത. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആള് സംസാരിക്കാൻ താല്പര്യമില്ല എന്നിട്ട് ഒഴിഞ്ഞു മാറും. അപ്പൊ ഞാൻ ചോദിച്ചു എന്തപ്പം ഞാൻ എന്നെ കണ്ടിട്ട് ആൾ എന്നോട് സംസാരിച്ചിട്ടും കൂടി ഇല്ല, അപ്പൊ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന അയ്യോ ഈ ചേച്ചി ഇപ്പൊ ഇത്ര എന്നോട് ദേഷ്യം കാണിക്കുന്നത് ഇന്നൊരു സംഭവം കൊണ്ടാണ് എന്ന് പറയാം. പക്ഷെ ആൾ എന്നോടൊന്നും സംസാരിക്കാണ്ട് നമുക്കൊരു സ്പേസ് തരുന്നില്ല ആൾ സംസാരിക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കയറി ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കയറി വരുമ്പോൾ നമുക്ക് ഇന്നൊരു ഇവർ രണ്ടാളും എന്ത് ഇങ്ങനെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. അതിന് മുമ്പ് ഇവരെ കുറിച്ച് എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ കെട്ടിപ്പിടി കേസ് വന്നത്. അപ്പോൾ എന്താ ഗബ്രിച്ചനെ മാത്രമേ കെട്ടിപ്പിടിക്കൂ. അവിടെ നിങ്ങൾ ഓൾറെഡി ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുക അല്ലെ? ഈ തർക്കം നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് പോയിട്ട് നന്ദനെ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ സോറി അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേച്ചി സോറി ഇട്ടാ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലാട്ടാ അത് പറഞ്ഞു പോകും. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്, തല്ലുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി ഇട്ടാ അത് ആള് സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, അത് വിട്ട് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? നമ്മൾ അങ്ങനെ ചേട്ടാ, നമ്മൾ ഹൗസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണോ, നമ്മൾ വീണ്ടും അവരെ മുഖം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഇപ്പുറത്തും ചേട്ടൻ തന്നെ പറഞ്ഞു അവിടെ മുഖം കണ്ടിട്ടാണല്ലോ കയറി പോണത്. അപ്പുറത്തും നമ്മൾ ആ മുഖം കാണണ്ട വീണ്ടും. ഇപ്പൊ എന്റെ ടീം ആയിരിക്കും ചിലപ്പോ ആളാ ചേച്ചി, അപ്പൊ നമുക്ക് വീണ്ടും ആ ചേച്ചിനെ കാണണം. നമ്മളിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. നമ്മള് അപ്പൊ തന്നെ അത് കളയുക, തല്ലുകൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളയുക. എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ. അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. പിന്നെ അത് ഞാൻ വിളിച്ചു പറയും ഇന്ന ഇതിൽ നടന്നു എന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ ചിൽ മൈൻഡ് എല്ലാവർക്കും ആണ്. അത്തരത്തിൽ നമ്മൾ എന്തൊക്കെ കൺട്രോൾ പോയാലും എത്രയൊക്കെ പ്രഷർ കിട്ടിയാലും നമ്മുടെ വാക്ക് നാവ് നമ്മുടെ കൺട്രോളിലായിരിക്കണം, അങ്ങനെ തോന്നുന്നുണ്ടോ? കൺട്രോൾ ആയിരിക്കും വെച്ചാൽ നമ്മൾ ഒരു ഷോ ആണല്ലോ ഇത്, നമ്മളതൊന്നും വിചാരിക്കും ഇന്നത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ക്യാമറ മറക്കും ഇതൊക്കെ പറയുമ്പോൾ. ശരിക്കും ഇത് പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അല്ലെ 8 ആഴ്ചയോളം നിന്നിട്ടാണ് വരുന്നത്. ഇത്രയും ദിവസം എത്തി നിൽക്കുമ്പോഴും ഈ പുറത്തിറങ്ങുന്ന സമയത്ത് എവിടേക്ക് PR കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫിനാലെ വരെ ഉണ്ടായിരുന്നു. എന്നോട് ആരോ സംസാരിച്ചു PR ഒക്കെ ചെയ്യായിരുന്നു. PR ഉണ്ടെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, എന്നാ ഞാൻ പൈസ വീഡിയോ വെച്ചു. ശരിക്കും അത്രയും പൈസ വരുന്നുണ്ട് ശരിക്കും PR അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. എനിക്കറിയില്ല, ഇല്ല അന്വേഷിച്ചില്ലേ. നിന്ദിന് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ അന്വേഷിക്കുന്ന PR ഞാൻ ബിഗ് ബോസിൽ പോകാനാണോ? അത്ര വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് മണി ആണെന്നുണ്ടെങ്കിലും അല്ലെ ഫിനാലെ വരെ എത്തുന്നു, നമുക്ക് ഇടുന്ന പ്രൊഫൈല് ഇതൊക്കെ നോക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ എവിടേക്കോ ഒരു തിരിച്ചറിവ് വരുന്നില്ലേ? PR കൂടി ഉണ്ടാവണമായിരുന്നു. കാരണം ഇത് അറിഞ്ഞിട്ട് പോയ ഒരാളാണ് ഞാൻ, ഇത്രയും ദിവസം 28 ദിവസം കഴിഞ്ഞിട്ട് കയറിയ ഒരാളാണ്. സോ അതുകൂടെ എന്തേ ഞാൻ അല്ലെ ശ്രദ്ധിച്ചില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടോ? ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിന്റെ ഉള്ളിൽ കയറി പറഞ്ഞിരുന്നു പ്രേക്ഷകർക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല, ഒരാഴ്ച നോമിനേഷൻ ആയിരുന്നു, പിറ്റേ ആഴ്ച നോമിനേഷൻ ഞാൻ വന്നിട്ടായിരുന്നു. വന്നോട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം, അല്ലാണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ലാണ്ട് ഇവർ വെറുതെ ഇങ്ങനെ വാഴ എന്ന് പറഞ്ഞിട്ട് പേര് കിട്ടിയിട്ട് മരവാഴ എന്നുള്ള പേരൊക്കെ കിട്ടിയിട്ട് വെറുതെ നമുക്ക് കാര്യമില്ലല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ എന്നെ ഇവിടെ നിർത്തിച്ചത്. 8 ആഴ്ച PR ഇപ്പൊ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് പ്രേക്ഷകരെ ഇഷ്ടം, എനിക്ക് അതാ ഇഷ്ടം, അതാണ് എന്റെ ഇഷ്ടം തുടരാന്നുള്ളതാണ്. ആൻഡ് ബിഗ് ബോസ് പോകുന്ന ഇത്ര വലിയ അവസരമാണ് അല്ലെ, ഇത്ര വേദിയാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോഴും മനസ്സിലാഗ്രഹം അത് കഴിഞ്ഞിട്ട് പണിയുന്ന ഒരു ഭവനത്തെ കൂടിയാണ്. വീടുകൾ എപ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുന്ന കമന്റ് ബോക്സിലൊക്കെ വരുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന ഒരു ഹോട്ട് സീറ്റ് ചർച്ചകളാണെങ്കിൽ പോലും അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം സ്പോൺസർ കൂടി ബൈറ്റ് ഹോംസ് 4 ആണ്. സോ ഇതിനിടയ്ക്ക് ഒരു ചർച്ചാ വിഷയമാവുന്നത് ഇത്തരത്തിൽ വീടെന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പലപ്പോഴും നമുക്ക് ഒരു തടസ്സമാവുന്നത് ശരിക്കും ബഡ്ജറ്റ് തന്നെയായിരിക്കും, പൈസ. സോ എങ്ങനെയെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കാൻ പകുതി പൈസ കൊണ്ട്, അതായത് പകുതി പൈസ ആദ്യം കൊടുത്താൽ മതി, പിന്നീട് ഒരു 50 തവണയായിട്ട് ബാക്കി പണം കൊടുത്താൽ മതി, അത് ഒരു 20% കിഴിവായിട്ട്. ശരിക്കും സംഭവമുണ്ട്. ഞാൻ അതുകൊണ്ട് വിചാരിക്കും ഇത് എങ്ങനെയാണ് പണിയും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിയാൻ പറ്റുമോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നന്ദനയ്ക്ക് ഡിസൈനും തരും, ആ ഒരു പ്ലാനൊക്കെ തരും. ഇനി അത് മാത്രമല്ല നന്ദന നാട്ടിൽ ഇനിയിപ്പോൾ കുറെ ബിസി ആവുമല്ലോ, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പോലും അവിടെ ക്യാമറ വെച്ചിട്ട് നന്ദനയ്ക്ക് ആ വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും സൈറ്റിൽ. അങ്ങനെ സോ എവിടെയാണെന്നുണ്ടെങ്കിലും ചെയ്യും. നന്ദനയ്ക്ക് വീട്ടിൽ വന്നിട്ട് അവർ സംസാരിക്കും. ഇനിയിപ്പോൾ നന്ദ ആ BB കണ്ടസ്റ്റാൻഡോട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഞാൻ വാങ്ങിത്തരാം. എന്തായാലും വിളിക്കൂ. അടവിനുള്ള സാഹചര്യം ഉള്ളൂല്ലോ നമുക്ക്. പൈസ 50 തവണ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമാണല്ലോ നമുക്ക്. അങ്ങനെ മൊത്തമായിട്ട് പൈസ കയ്യിലെടുക്കാൻ പറ്റാത്തവർക്ക് ഒരു കൂടി ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. വലിയ കാര്യം സത്യമായിട്ടും. താങ്ക് യു. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് ഞാൻ കുറച്ച് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡാൻസിന്റെ ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് പാദസരം എടുത്തിട്ടുണ്ട്, കൈച്ച എടുത്തിട്ടുണ്ട്, മാല എടുത്തിട്ടുണ്ട്. അതൊക്കെ വിറ്റാലും ആ പൈസ ആവുമല്ലോ. ഇപ്പൊ സ്വർണ്ണത്തിന് നല്ല വില ചേട്ടാ. അതെ, വിറ്റിട്ടാലും ഞാൻ വീഡിയോ വെക്കും. ആ പകുതി പണം കൊണ്ട് ചെയ്താൽ ബാക്കി പകുതി ചെയ്യാനുള്ള പിന്നെ പകുതി നമുക്ക് പണിയെടുത്ത്. അങ്ങനെയെങ്കിൽ ഇവിടെ വന്ന് പുറത്തിറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൗഹൃദങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ ബിഗ് ബോസിൽ. ഇത് എവിടേക്കോ അവിടത്തെ ഉള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒന്നല്ല, അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? അയ്യോ ഒരിക്കലും ഇല്ല. എന്നും ആ സൗഹൃദങ്ങൾ ഉണ്ടാവും കൂടെ, ഉണ്ട്, ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെ വന്ന് അവിടെ എത്തി തിരിച്ചു പുറത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നുള്ള ഒരു തിരിച്ചറിവ് വന്നതിൽ ഏത് മൊമെന്റിലായിരുന്നു? ആ ടാസ്കിന്റെ ആണോ? ഞാൻ പറയാം, മറ്റേ
അടുത്തരുത് കുതിരെ അത് ആ ടാസ്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എനിക്ക് അറിയുന്ന ടാസ്ക് ആയിരുന്നു, പക്ഷെ എന്റെ വെപ്രാളം കുറച്ച് വെപ്രാളം കൂടി പോയി. എല്ലാ ടാസ്കിലും അത് എനിക്ക് വെപ്രാളം ഉണ്ടാവും. പെട്ടെന്നുള്ള രീതിയിലേക്ക് ഉണ്ട്, ശബ്ദത്തിലും ആക്ഷനിലും ഒക്കെ. അങ്ങനെയാണ് വേറെയും സംഭവിച്ചത്. അതെ വേറെ അങ്ങനെ സംഭവിച്ചതല്ല, ഞാൻ ബോധപൂർവ്വം ഇട്ടതാ. പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടിട്ട് അവസാനം നന്ദന തന്നെ പ്രൊവോക്ഡ് ആവുന്ന സീൻസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ഇല്ല. അഭിഷേകനായിട്ട് സംഭവിച്ചത് എങ്ങനെയായിരുന്നു? അതെന്താ സംഭവിച്ചാൽ ആളിങ്ങനെ പറഞ്ഞ് വീട്ടുകാരെ വിളിക്കുമ്പോൾ എനിക്ക് എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ വേറെ ആരുള്ളൂ, എന്റെ വീട്ടുകാരാണെങ്കിൽ വലുത്. അപ്പൊ നമുക്ക് ചേട്ടനായാലും അങ്ങനെയാണല്ലോ, വീട്ടുകാരാണല്ലോ. അപ്പൊ എല്ലാവർക്കും വീട്ടുകാർ കഴിഞ്ഞാൽ വീട്ടുകാരെ പറയുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. വീട്ടിൽ പോയി പറയുമ്പോ വീട്ടിൽ നിന്ന് അവിടെ ഒരു മിററിന്റെ അവിടെ ബാത്റൂമിന്റെ അവിടെ മിററിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഇതൊക്കെ അപ്പൊ ഞാൻ ഇതെന്തെങ്ങനെയൊക്കെ അത് ഞാൻ കേട്ട് അപ്പോഴൊക്കെ ആള് നിർത്തിയത്. അപ്പൊ പിന്നെ എനിക്ക് ഇളകാണ്ടിരിക്കൂ. പക്ഷെ ഈ സംസാരം വന്ന സമയത്ത് വീട്ടുകാരെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിക്കും നീ ഇങ്ങനെയുള്ള സംസാര വിഷയം നിന്റെ വീട്ടിൽ പോയി ഈ രീതി വീട്ടിൽ പോയി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടൻ നിവർന്ന് സംസാരിക്കുന്നത് നട്ടലില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നട്ടലില്ലാത്തതെന്നൊക്കെ കഥ ഉണ്ടാക്കി പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെ പറയേണ്ട ആവശ്യം. നിവർന്ന് സംസാരിക്കുക എന്റെ പേടിയാണോ അങ്ങനെയൊക്കെ സംസാരിച്ചു. അതിന് അകത്ത് നടക്കുമ്പോൾ പുറത്ത് വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോ അല്ലെ വിശേഷം നന്ന പോലെ അറിയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം മെഡിസിൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഓൾറെഡി ഇപ്പൊ സിബിനെ അവിടെ വന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മെഡിസിൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ നന്ദന അത്തരത്തില് മെഡിസിൻ ആവശ്യമായിട്ട് അല്ലെ ഡോക്ടർ റൂമിൽ പോയ ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, കൺസൾട്ട് ചെയ്യുന്നുണ്ട്, രീതികൾ വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ശരിക്കും അവിടുത്തെ ആ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇപ്പൊ സിബിൻ ഇത്രയും തുറന്നു പറയുന്നു എന്തിനാണ് എനിക്ക് ഈ മെഡിസിൻ തന്നെ എന്നുള്ളൊരു വിവാദത്തിലാണ് തുടങ്ങിയത്. പിന്നെ ആ ചർച്ച വിഷയങ്ങൾ പല രീതിയിലേക്ക് കാസ്റ്റിംഗ് ഹൗസ് പോലുള്ള രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. നന്ദനയ്ക്ക് ശരിക്കും അവിടെ ഉള്ള ഒരു ട്രീറ്റ് എങ്ങനെയാണ് ശരിക്കും ഇത്തരത്തിൽ മെഡിസിന്റെ കാര്യത്തിൽ? നമ്മള് സത്യത്തില് ഇപ്പൊ കിടക്കാന്ന് വിചാരിക്കും, വയ്യാണ്ട് കിടക്കാണ്, നമ്മൾ തന്നെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് പോയി പറയണം, കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം, അല്ല മെഡിക്കൽ റൂമിലേക്ക് വിളിക്കണം, അത്രയും വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അപ്പൊ ബിഗ് ബോസ് പറയും നന്ദന മെഡിക്കൽ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മളവിടെ അവരൊക്കെ മാസ്ക് ഇട്ട് നിൽക്കും. നമ്മൾ അവരോട് സംസാരിക്കുന്നത് എന്താ വയ്യായ പറയും, പിന്നെ ബാക്ക് പെയിൻ ആണ്. അപ്പൊ പറഞ്ഞു ഓക്കെ ക്ഷീണുണ്ടോ ചോദിക്കും. അപ്പൊ പറഞ്ഞു ക്ഷീണുണ്ടെന്ന് പറയുമ്പോൾ ORS തരും നമുക്ക്. ORS തന്നിട്ട് നമുക്ക് അതിനുള്ള മെഡിസിൻ തരാം എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ റൂമിൽ മെഡിസിൻ വരുമ്പോൾ സായിച്ചേട്ടൻ ചിലപ്പോൾ സിജോട്ട അവരൊക്കെയാണ് എടുത്തു കൊണ്ടിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് അവർ വായിച്ചു നോക്കും. വായിച്ചു നോക്കാന്ന് വെച്ചാൽ എന്തിനുള്ള നമുക്ക് ഞാൻ പറയും എനിക്ക് വലിയ രോഗമാണോ എന്നൊക്കെ ചോദിക്കും ഞാൻ. അപ്പോൾ പറഞ്ഞു അല്ലടി ചെറിയ ഗുളിയാണ്. ഞാൻ പറയും വലിയ ഗുളിയാണെങ്കിൽ എനിക്ക് വലിയ രോഗം, ഞാൻ അങ്ങനെ പറഞ്ഞ കളിയൊക്കെ ചെറിയ ഗുളിയ എനിക്ക് ചെറിയ രോഗം എന്നൊക്കെ പറയും. വായിച്ചു നോക്കുമ്പോൾ പറയും ഇല്ലടാ ബാക്ക് പെയിൻ ഉള്ള ഗുളിയ സംഭവം കുഴപ്പമില്ല. സായിച്ചേട്ടൻ മെഡിക്കലിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആള് പറയുന്നത് ബോധ്യന്റെ ചേട്ടൻ. അപ്പോൾ പറയും അതൊന്നും സീനില്ല, ഇങ്ങനത്തെ മരുന്നാണ് ബാക്ക് പെയിന്റെ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ മരുന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്ത് മരുന്ന് ചേട്ടാ ഉദ്ദേശിച്ചത്? ശരിക്കും ആൾക്ക് സൈക്കാട്രി മെഡിസിൻ ആണ് തന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തിനു കഴിക്കണം എന്നുള്ള രീതിയിലേക്ക് അതുപോലെ തന്നെ പറഞ്ഞൊരു വിഷയമായിരുന്നു. ഇപ്പോൾ ജിന്നു ചേട്ടനാണെന്നുണ്ടെങ്കിലും അവിടെ മെഡിസിൻ എത്ര കൊടുക്കുന്നു, പിന്നീട് ആളെ അത്രയും എനർജി ഇല്ലാതെ ക്ഷീണമായിട്ട് കണ്ടുവരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ വരെ നല്ല എനർജി അങ്ങേർക്ക് വൈകിട്ട് വരെ അല്ല ഫുൾ എനർജിയാ. നിങ്ങളെ തോന്നലാ ക്ഷീണമെന്ന്. അവിടെ വന്നു കഴിയുമ്പോഴും എങ്ങനെയാണ് ഒരു ഏറ്റവും ചലഞ്ചറായിട്ട് ഒരു എതിരാളിയായിട്ട് നന്ദനയ്ക്ക് തോന്നിയതായിരുന്നു? ജിൻഡോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജിൻഡോ ചേട്ടൻ. ജിൻഡോ ചേട്ടൻ എല്ലാ വള്ളിയും കയറി പിടിക്കും. എല്ലാ വള്ളിയും കയറി പിടിച്ചാൽ സംസാരിച്ചാൽ ഞാൻ പറയും ടോപ്പ് 5 എത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എതിരാളിയായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ട എപ്പിസോഡിൽ. ടോപ്പ് 5 തന്നെയായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ടോപ്പ് 5 അല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കും എന്നുള്ളത് പൈസ. ശരിക്കും ഈ സായി പണപ്പെട്ടി എടുത്തു പോകുന്ന ഒരു രീതിയിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇല്ല സായി ചേട്ടൻ ആദ്യം പറഞ്ഞ പണപ്പെട്ടി എടുക്കും, ഞാൻ പറഞ്ഞു നടക്കില്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെയാണ്, അതല്ലാതെ കുറച്ചുകൂടെ നിക്ക് അല്ലെങ്കിൽ എമൗണ്ട് പറഞ്ഞില്ല. എന്തിനത് ആളുടെ ഗെയിമല്ല, ഇനി നമ്മൾ പറയേണ്ട ആവശ്യം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആള് ഞാൻ പറഞ്ഞു ഞാനും അൻസിബേച്ചിയും സായിച്ചേട്ടനും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നേ. അവർ അൻസിബേച്ചി സായിച്ചേട്ടനും അൻസിബേച്ചിനും സംസാരിച്ചു പറഞ്ഞു അൻസിബോ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പണപ്പെട്ടി അത് എനിക്കുള്ളത് പറഞ്ഞ് ഞാൻ തുടങ്ങി അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു ഇല്ലില്ല പണപ്പെട്ടിയിൽ ഇപ്പൊ 10 ലക്ഷം വന്നു വെച്ചാൽ 10 ലക്ഷം ഞാൻ എടുത്തോണ്ടിരും, ഇപ്പം എത്ര 8,000 ഞാൻ എടുത്തോണ്ടിരും എന്നൊക്കെ പറഞ്ഞു. സായിച്ചേട്ടൻ പറഞ്ഞു ഞാൻ 50 രൂപയാണ് ഞാൻ എടുക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി. അപ്പൊ സായിച്ചേട്ടൻ പറഞ്ഞു നിനക്ക് എന്താ ആവശ്യം ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു വീട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആള് ഓക്കെ നിനക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നീ അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് മാറി തന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ പറയും നല്ലൊരു മനസ്സിലുള്ള ഒരു ഉടമയാണല്ലോ, അങ്ങനെ മാറി തരിക അല്ലെങ്കിൽ മാറി തരില്ലല്ലോ അവര്. പിന്നെ ഞാൻ എന്റെ ഔട്ടായി, പിന്നെ പണപ്പെട്ടി ആളെടുത്തു, ആളുടെ ആഗ്രഹം നടന്നു. അതെ നമ്മുടെ ആഗ്രഹങ്ങളോട് നടക്കട്ടെ, അത് ഞാൻ പണിയെടുക്കും. അതെ നമ്മുടെ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെയല്ല ചേട്ടൻ പണപ്പെട്ടിക്കാണോ ചൂണ്ടി വരുന്നത് വിചാരിച്ചു ഞാൻ. തീർച്ചയായിട്ടും നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. പറയാതെ വയ്യ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അപ്പൊ അത് കേട്ടിട്ട് നന്ദനയ്ക്ക് തോന്നുകയാണ് ഇത് കേൾക്കുമ്പോൾ എനിക്കിത് പറയാതെ വയ്യ എന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്തങ്ങ് പറയാം. ഓക്കെ നമ്മൾ അവിടെ പോയപ്പോ അവര് ഭാഷാശൈലി മാറി, സംസാരം മാറി, വാക്ക് മാറി എന്നുള്ളതൊന്നും കണക്കിലെടുക്കണ്ട. നന്ദനയുടെ രീതിക്ക് തന്നെ സംസാരിക്കാം. വാക്കുകൾ ശ്രദ്ധിക്കും ഞാൻ. പക്ഷേ എന്നോട് സിജേട്ട പറഞ്ഞില്ല വാക്കുകൾ ശ്രദ്ധിക്കണം. അതെ
അപ്പൊ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ഓക്കെ. അത് കേൾക്കുമ്പോൾ എന്താണ് അതിനോട് റിയാക്ട് ചെയ്യാനും പറയാനുള്ളത് തോന്നി. ഓക്കെ, റെഡി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയി പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗെയിം ചേഞ്ചർ ആവണമെന്നായിരുന്നു. എന്നാൽ ഉദ്ദേശിച്ച പോലെ ഗെയിം ചേഞ്ച് ചെയ്യാൻ നന്ദനയ്ക്ക് സാധിച്ചില്ല. സാധിച്ചില്ലെന്നോ? സാധിച്ചു. സാധിച്ചു. പിന്നല്ല, ഞാൻ അവിടെ പോകുമ്പോൾ ഒന്നും ഗെയിം മീൻസ് മൈൻഡിലൊരു ഗെയിം ഉണ്ടാവാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ നന്നായി അവിടെ ഗെയിം കളിച്ചു. അവിടെ പോയ ടാർഗറ്റ് ഏതോരൊക്കെ മാറ്റാനോ അല്ലെങ്കിൽ മാറ്റാന്ന് വെച്ചാൽ നമുക്കത് ക്യാരക്ടർ, അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായി ചേട്ടാ. സംസാരിക്കുമ്പോൾ ഇന്നാള് നല്ല വ്യക്തിയാണ്, എല്ലാവരും അവിടെ നല്ല വ്യക്തികളാണ്, നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ അവരുടെ ഓരോ സാഹചര്യങ്ങള് അവരെ മാറ്റിമറിക്കുന്നതാണ്. സമ്മർദ്ദങ്ങളുടെ മൂലം അതെ മാറിപ്പോയതാണ്. അതെ. നന്ദന അങ്ങനെ മാറിയോ? എന്തിനേ അവർക്ക് മാറാൻ നിൽക്കായിരുന്നു അല്ലേ? അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ. ടോപ്പ് 5 എത്താൻ സാധിക്കാത്തതിൽ വലിയ നിരാശയുണ്ട് നന്ദനയ്ക്ക്. നിരാശ ടോപ്പ് 5 എനിക്ക് ആ പെട്ടി എടുക്കാത്തതിന് നല്ല നിരാശയുണ്ട്. ടോപ്പ് 5 എത്തണമെന്നില്ല, പെട്ടി എടുത്ത് ഇറങ്ങണം എന്നായിരുന്നു. പെട്ടി ഞാൻ ടോപ്പ് 5 എത്തിയിട്ട് ഇപ്പൊ വിന്നർ ആയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ വിന്നർ ആവാന്നുള്ള ഒരു മൈൻഡാണ് നമുക്കുള്ളത്. പക്ഷെ വിന്നർ ആയില്ലെങ്കിൽ നമുക്ക് ചേട്ടാ പൈസ ഇല്ലാണ്ട് ആ പെട്ടിയും പോയി ഇതും പോയി എന്നുള്ള അവസ്ഥയായില്ലേ? അല്ല, കോൺഫിഡൻസ്, ഐ മീൻ ഫിനാലിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കപ്പടിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ നന്ദനയ്ക്ക്? എവിടേക്കൊരു ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കോൺഫിഡൻസ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ. നമ്മളിപ്പോ ഓട്ടും സംഭവങ്ങളൊക്കെ വേണമല്ലോ. കോൺഫിഡൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടിയൊക്കെ ഞാൻ എടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ എടുക്കാൻ അലക്കാൻ പറ്റാഞ്ഞ? എങ്ങനെ ഞാൻ ഔട്ടായി പോയില്ലേ? കഴിഞ്ഞിട്ടാണല്ലോ. അതെ. യെസ്. ആൻഡ് സ്വന്തം ഗെയിം സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില മത്സരാർത്ഥികളുടെ കുത്തകയായി ബിഗ് ബോസ് ഹൗസ് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ടെന്നോ? ഏയ് ഇല്ലില്ല. എല്ലാവരും അവരവരുടെ ഗെയിമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചിലവരിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. അതൊക്കെ ഓരോരുത്തർ ഒരു ക്യാരക്ടറാണെന്ന് അവരെന്നെ പറയുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കുന്നു, ഞാൻ അങ്ങനെ എല്ലാ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ പോകാറില്ല. ഇടപെടണ്ട. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഒന്ന് ചോദിക്കണല്ലോ. നമ്മള് നമ്മുടെ യുക്തി. യെസ്. കോമൺ ആയിട്ട് പോകുന്ന ഒരാൾക്ക് ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഷോയാണ് ബിഗ് ബോസ് ആണോ? ഏയ് അങ്ങനൊന്നുമില്ല. ആർക്കും ജയിക്കാം അവിടെ. പക്ഷെ ഭാഗ്യം അത് വേണം ചോട്ടാ. പിന്നെ നമ്മുടെ ഗെയിം ഒക്കെ നന്നായി കളിച്ചായിരുന്നല്ലോ ഏട്ടാഴ്ച നിന്നായി. പിന്നെ കോമണർന്നൊന്നുമില്ല. ബിഗ് ബോസ് ഷോ എല്ലാവർക്കും ഒരേപോലെയാണ്. ലാലേട്ടനായാലും എല്ലാവരും ഒരേപോലെ കാണുന്നത്, അവിടുത്തെ ആൾക്കാരായാലും എല്ലാവരും ഒരേപോലെ കാണുന്നത്. ഇന്നാള് വലുതെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഇന്നാള് വലുത്, ഇന്നാള് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല ചേട്ടാ. അങ്ങനെ ആര് വലിയ ആൾക്ക് ഇപ്പൊ പറയുന്നു അങ്ങനെ ആര് വലിയ ആൾക്കാരൊന്നും ഞാൻ ആ സമയത്ത് വലിയ ആൾക്കാരൊന്നല്ല. ഇപ്പോ ഫാൻസ് ഇപ്പൊ കൂടുതൽ ജിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് പോകുമ്പോഴും അങ്ങനെ എന്തായാലും മാറ്റം ജിൻഡോ ചേട്ടൻ. ശരിക്കും ഫാൻസ് കൂടുതൽ ഒരാൾക്ക് ഒപ്പം നിന്നാൽ നമുക്ക് ആ സപ്പോർട്ട് കിട്ടും, അങ്ങനെ തോന്നലുണ്ടായിരുന്നോ? എനിക്ക് ആ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒപ്പം നിൽക്കാറില്ല. ഞാൻ എന്റെ രീതിയിൽ ഞാൻ കളിച്ചു പോവാറ്. ഞാൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ കയറി വന്നത്. വയൽക്കാട് ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം കയറി വന്നത്. ഭയങ്കര പാട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോ ഇത്രയും സപ്പോർട്ട് ജിൻഡോ ചേട്ടനാണെന്ന് പറഞ്ഞു. ഏറ്റവും ഹേറ്റേഴ്സ് ഉള്ളത് സപ്പോർട്ടില്ലാത്ത ആർക്കായിരുന്നു തോന്നിയിരുന്നത് പുറത്ത് 1030 കണ്ടപ്പോ? അവിടെ ഇപ്പോ സപ്പോർട്ട് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഭയങ്കരമായിട്ട് ഇപ്പൊ എപ്പോഴും കുറ്റം പറഞ്ഞോണ്ടിരിക്കണ എനിക്ക് തോന്നി പാവം ജാസ്മിൻ ചേച്ചിന്റെ ആയിരുന്നു. ഇപ്പൊ ഞാൻ പാവം നോക്കാം. നേരത്തെ ആ സമയത്തൊന്നും പാവന്നല്ലായിരുന്നു അതിന്റെ അകത്തും പാവം പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പാവം പറയുന്നത്. ഇല്ല, അകത്ത് പാവം നമ്മുടെ ആ സമയത്ത് ആ സാഹചര്യം ചേട്ടാ. നമ്മളോട് ഇപ്പൊ തല്ലുടി വരുമ്പോ നമുക്ക് മിണ്ടാണ്ടിരുന്ന ഞാൻ ഓക്കെ ഞാൻ വായടച്ച് ഇരിക്കാം. അയ്യോ നാട്ടുകാർ കാണുന്ന ഷോ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വായടച്ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൂടുതൽ സംസാരം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വേറെ പോലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവുന്നതും അല്ലെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ ജാസ്മിനായിട്ടുള്ള കുറെ സീൻ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ അങ്ങനെ ഒരു ഹേറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അഗേൻസ്റ്റ് നിന്ന് ഈ ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊരു തോന്നലുണ്ടായിരുന്നു? അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ട് ഇല്ല. എന്തിനത് ഞാൻ ആവശ്യമില്ല. എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടാ മതി. അതെ, ആ ഇഷ്ടം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓ ഇഷ്ടം പോലെ. അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാണ്. ബിഗ് ബോസ് ഹൗസ് ശരിക്കും കുറച്ചൊക്കെ നെഗറ്റീവ് ട്രാക്കിൽ ചിന്തിക്കുന്നവർക്ക് മുന്നോട്ട് പോകാനുള്ള ഷോ കൂടിയാണ്. ബിഗ് ബോസ് ഹൗസ് കുറെ കൂടി നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കാനുള്ളവർക്കും അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഷോയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നേര് സിനിമയിൽ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ചേട്ടാ. ബിഗ് ബോസ് ഹൗസ് ശരിക്കും കുറച്ചൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പൊ അവിടെ പല രീതിക്കും പോകുന്നുണ്ട് അല്ലെ? സുപ്രസിദ്ധിയും കിട്ടി കുപ്രസിദ്ധി രണ്ട് രീതിക്കും പോകുന്നുണ്ട്. പോസിറ്റീവിനൊപ്പം നെഗറ്റീവും വരുന്നുണ്ട്. സോ അത്തരത്തില് നെഗറ്റീവ് ട്രാക്കിൽ കൂടെ ചിന്തിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ കൂടി പറ്റും അവിടെ. അങ്ങനെ തോന്നുന്നുണ്ടോ? നിലനിൽക്കാൻ പറ്റും? ഇല്ല, പോസിറ്റീവ് വൈബ് തന്നെയാണ്. അങ്ങനെ നിലനിൽപ്പുള്ളൂ. പ്രേക്ഷകർ സപ്പോർട്ട് വരാണെങ്കിലോ കുറെ കൂടി പുറത്തുള്ള വീഡിയോസ് വരാണെങ്കിലും അല്ലെങ്കിൽ കിട്ടുന്ന കട്ട് വീഡിയോസ് ആണെങ്കിലും രണ്ടും വരുന്നുണ്ട് അല്ലെ? മാസ് കാണിച്ചതും വരും, ഇരുന്ന് എയറിൽ പോണതും വരും ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും കണ്ടന്റ് മതി. അത് ഏത് തരത്തിലായാലും കുഴപ്പമില്ല. ഇപ്പൊ മുൻ മത്സരത്തിന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പൊ വരുന്ന കണ്ടന്റ് ഏത് രീതിയിലേക്കാണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം എന്നുള്ളത്. ലൈവായി നിൽക്കുക എന്നുള്ളതാണ്. ശരിക്കും ഏതാ സത്യം? നമ്മളായിട്ട് നിൽക്കുക, അതാണ് സത്യം. അതല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച് നിന്നിട്ട് കാര്യമില്ല. അഭിനയിച്ച് നിൽക്കണവർക്കാണ് അവിടെ ഇപ്പൊ കൂടുതൽ ഉണ്ട്. അപ്പൊ അഭിനയം വേണം. ഞാൻ നിൽക്കാറില്ല. എന്റെ ഒരു സംബന്ധിച്ച് ഞാൻ നിൽക്കാറില്ല. ഞാൻ നാച്ചുറൽ ആയിട്ട് നിന്നിട്ടുണ്ട്. ഒറിജിനൽ ആയിരുന്നു. അതെ.
യെസ്. സോ ബിഗ് ബോസ് ഹൗസ് ജാസ്മിനും ജിൻഡോയ്ക്ക് ഒരു കപ്പ് എന്ന ട്രോളിനോട് നന്ദനയുടെ പ്രതികരണം എന്താ? ട്രോളർക്ക് ട്രോളാലേക്ക് ചിരിയ വരുന്നത് കേൾക്കുമ്പോ ശരിക്കും അത് കേട്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. എന്റെ കമന്റിൽ വരെ ഞാനൊരു പ്രൊമോഷന്റെ വീഡിയോ ചെയ്തപ്പോ ജിൻഡോ ജാസ്മിൻ ജിൻഡോ ജാസ്മിൻ വീഡിയോ മാറിപ്പോയി, ഇവരെ കമന്റ് ബോക്സ് മാറിപ്പോയെന്ന് തോന്നിയോ? ഞാൻ പറഞ്ഞത് മക്കളെ ഇത് നന്ദനയാണ് ജിൻഡോ ജാസ്മിൻ അല്ല എന്നുള്ളത്. അവരുടെ അവര് ഫാൻസ് ആവില്ലേ? ഇത് ചെയ്യുന്നത് ഫാൻസ് ആണോ അതോ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണോ? എന്താ തോന്നുന്നത്? രണ്ടും ആയിരിക്കും ചിലപ്പോ ചേട്ടാ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നലൊന്നുമില്ല. രണ്ടും PR ഉണ്ടാവും, ചിലപ്പോ ഫാൻസും ഉണ്ടാവും. PR ഇല്ലാണ്ടിരിക്കുന്നില്ല, അതുപോലെ ഫാൻസും ഇല്ലാണ്ടിരിക്കുന്നില്ല. ഇല്ല, രണ്ടുണ്ട്. രണ്ടുണ്ട്. ജാസ്മിൻ ഗബ്രി പ്രണയ നാടകത്തെ ശക്തമായി തോൽപ്പിക്കാൻ അർജുൻ ശ്രീതു ഗെയിം സ്ട്രാറ്റജി നന്നായിട്ട് സാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അർജുൻ ശ്രീതു മീൻസ് ലവ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ പുറത്തുനിന്ന് വരുമ്പോ കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അകത്ത് കയറിയപ്പോ അവര് ഫ്രണ്ട്സ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തിരിച്ചിവിടെ എത്തുമ്പോ പറയാനുള്ളത് എന്താ? അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവരുടെ വെള്ളം വേണോ? വേണ്ട, നന്നായിട്ട് വെള്ളം കുടിപ്പിക്കേണ്ട അങ്ങനെ. വെള്ളം നന്നായിട്ട് ഫ്രണ്ട്സ് ആണ്. ഞാൻ ചോദിച്ചിരുന്നു അർജുനോട്, ഞാൻ ചോദിച്ചു നിങ്ങള് എന്താണ് ഇപ്പൊ പ്രേക്ഷകരിലേക്ക് ഇതാക്കാൻ നോക്കണം ചേട്ടാന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ലടാ ഞങ്ങള് കട്ട ഫ്രണ്ട്സ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു അവരോട് നിങ്ങളുടെ നോട്ടവും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക്. ഞാൻ അങ്ങനെ നോമിനേഷൻ ചെയ്തത് ശ്രീജേഷിന് അങ്ങനെയായിരുന്നു, കോംബോ നാടകം എന്ന്. അത് ബിഗ് ബോസ് തന്നെ എടുത്ത് പറയും ചെയ്തു, കോംബോ നാടകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കത് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് ഞാൻ ചോദിച്ചു എന്റെ ഒരു പറഞ്ഞ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ സ്പൂൺ ചെയ്ത് അങ്ങനെ കൊടുക്കുന്നു. ഇവര് നമ്മളോട് പറഞ്ഞത് ഫ്രണ്ട്സ് ആണെന്നുള്ളത്, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് അവരിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ പറയേ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ അതാ ഞാൻ അന്ന് ഫസ്റ്റ് ആ നോമിനേഷനിൽ ഇടാൻ കാരണം തന്നെ ചേച്ചി, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളത് പ്രേക്ഷകരിൽ അങ്ങനെ ചിന്തിപ്പിക്കണം ശരിയല്ലല്ലോ. സോ നന്ദന, കുറച്ച് മത്സരാർത്ഥികളുടെ പേര് പറയും നിലവിൽ ഇപ്പോ ഹൗസിനകത്തുള്ളവരെ. സോ അവരുടെ പേര് പറയുന്ന സമയത്ത് അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഏത് കണ്ടസ്റ്റന്റ് ആണ് നിൽക്കുന്നതെന്ന് കൂടി പറയണം. ചോദ്യം ക്ലിയർ അല്ലേ? ചോദ്യം ക്ലിയർ ആണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്നൊന്നുമില്ല, എല്ലാവരും അവിടെ ഗെയിം ഒറ്റയ്ക്ക് കളിക്കണവരില്ല. എന്നാലും ചിലർക്ക് തോന്നിയിട്ടുണ്ട്, അവരുടെ ആണെങ്കിൽ ഞാൻ പറയാം. സോ ഫസ്റ്റ് ഋഷി ചേട്ടൻ ആളെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഇത്ര നാള് കയറി നിന്നിരുന്നത്. പിന്നെ അൻസിബേച്ച് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സായി ചേട്ടൻ ശ്രീ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം സപ്പോർട്ട് ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഗെയിമിൽ ജയിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ നമുക്കൊരു ബന്ധം അവിടെ നിന്ന് കിട്ടും. അൻസിബേച്ച് എൻ്റെ കിട്ടി, അൻസിബേച്ചിന്റെ കൂടെ നിന്നു ആ ബന്ധത്തില്. പിന്നെ ആ ചേട്ടൻ ഗെയിം കളിക്കാനും ആൾ അൻസിബ നോക്കില്ല, ആള് നന്നായി എഫേർട്ട് എടുത്തിട്ട് കളിക്കാറ്. അതുപോലെ ഇപ്പൊ അഭിഷേക് ചേട്ടന്റെ കൂടെ നിന്ന് ഗെയിം കാര്യങ്ങളായാലും അഭിഷേക് ചേട്ടൻ ഒരു അനിയനെ പോലെ കാണേണ്ട ആളെ. എന്താ കാരണം വെച്ചാൽ അത് സപ്പോർട്ടല്ല, അവരൊരു ബോണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലാണ്ട് കൂടെ നിന്നൊന്നും അങ്ങനെയൊന്നുമില്ല. സപ്പോർട്ട് എന്നല്ല, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട്, ഒരു അനിയൻ എന്നൊരു ബോണ്ട്. ഇപ്പൊ നിൽക്കുന്നത് തോന്നിയത് എനിക്ക് ശ്രീതു ചേച്ചിയും അർജുൻ ചേട്ടനായിട്ടാണ്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവര്. എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഇല്ല. എന്തെങ്കിലും ഇപ്പൊ ടാസ്കിന്റെ ഇടയിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഞാൻ പറയും, ഞാൻ എന്നോട് മീൻസ് ജാസ്മിന് വയ്യ നീ പോയി നോക്കുന്നപ്പോ ഞാൻ ശ്രീജിച്ചോട് പറഞ്ഞു നിങ്ങളല്ലേ രണ്ടാളല്ല നോക്കണേ, നിങ്ങളുടെ ചങ്കല്ലേ നിങ്ങൾ പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ ഗബ്രി ചേട്ടൻ ആ സമയത്ത് പോയപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കാനൊക്കെ വന്നു, നമ്മൾ സംസാരിക്കേണ്ട ആളെ ഒറ്റപ്പെടുത്തേണ്ട ഒരു രീതി ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ആള് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ളത് ചോദിച്ചത് ജാസ്മിനെ ആര് സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചപ്പോ പറഞ്ഞ പേരുകളാണെങ്കിലും തിരിച്ച് ശരിക്കും ജാസ്മിന്റെ സപ്പോർട്ട് അവരാണ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതിന് വേണ്ടിട്ട് അവരാണ് നിൽക്കുന്നത് തോന്നുന്നുണ്ട്. നേരെ തിരിച്ചാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പുറത്തെ ആൾക്കാർക്ക് തോന്നുന്നു എനിക്കറിയില്ല. ഓക്കെ. സോ ജിൻഡോ ചേട്ടൻ അങ്ങനെ ആരെവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എനിക്ക് തോന്നിയിട്ടില്ലേ. ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറയാം, അകത്തുള്ളപ്പോ എനിക്ക് തോന്നിയിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറയട്ടെ ആരാന്ന്. അർജുൻ ചേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അകത്ത് നിന്നിട്ട് തോന്നാത്ത കുറെ കൂടി പുറത്തുനിന്ന് തോന്നാത്തത് ശരിക്കും അകത്ത് തമ്മിൽ കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാവുക. അകത്ത് നിന്നിട്ട് ഒപ്പം നിന്നിട്ട് മനസ്സിലാവാത്ത പുറത്ത് വന്നപ്പോ എന്താ കാരണം എനിക്ക് ആദ്യമൊക്കെ ഡൗട്ട് അടിച്ചിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് മീൻസ് എന്താ പറയാ ജിൻഡോ ചേട്ടന്റെ ഫാൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഓൾറെഡി അറിയാലോ, ഞാൻ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് നിൽക്കണില്ല. പക്ഷെ അർജുൻ ചേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, നല്ല എന്താ പറയാ. പിന്നെ വീട്ടുകാർ വന്നതിന് ശേഷം സപ്പോർട്ട് ചെയ്ത് നിൽക്കണ്ടോന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. പുറത്തു വന്നപ്പോ അപ്പോഴാ ഡൗട്ട് അടിച്ചത്, അകത്തുണ്ടായിരുന്നില്ല. അഭിഷേക് ചേട്ടൻ അങ്ങനെ സപ്പോർട്ട് അങ്ങനത്തെ ഒരു ഇതില്ല. ഇല്ല, മൈൻഡ് ഗെയിം കൊണ്ട് അതിനെ കളിയൊക്കെ ചെയ്യണേ, അതിന് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പാവം. ഋഷി ചേട്ടൻ സപ്പോർട്ട് ചെയ്യണ്ടോന്ന് മീൻസ് അങ്ങനെ ഇവരെന്താളും തമ്മിൽ അങ്ങോട്ട് കൂടും, അവരങ്ങോട്ട് കൂടും തമ്മിലൊരു പല ഉണ്ടാവാം ഉണ്ടാവാണ്ടിരിക്കാം, അവരൊരു ബോണ്ട് അതായിരിക്കും, ഫ്രണ്ട്ഷിപ്പ്. മോൺസ്റ്റർ
എന്നാണ് എൻ്റെ ഇവിടുത്തെ വിശ്വാസം. ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ വിശ്വാസം മോൺസ്റ്റർ ആയിട്ടാണ്. നന്ദന അതിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ നന്ദന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും നിലവിൽ ഇപ്പോഴേല്? നന്ദന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നന്ദനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് കണ്ടസ്റ്റന്റ് ആയേനെ? എന്നെ സിജു ചേട്ടനായിരിക്കും. ഓ, നന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും? സിജു ചേട്ടനെ അങ്ങോട്ടാണ് ഉറപ്പായിട്ടും. ഈ പാലം കുഴപ്പമില്ല അല്ലേ, മറ്റേ പല പ്രശ്നമുള്ളൂ. പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, സോ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. നന്ദന കണ്ട ബിഗ് ബോസ് ഹൗസ് അതാണ്. ഓക്കെ, അപ്പൊ അതിലെ ഓരോ ടൈറ്റിൽ തരും, അത് ആരായിരുന്നു എന്നുള്ളത് പറയണം. പോവാം. പിന്നല്ല, നന്ദന കണ്ട ബിഗ് ബോസിലെ ഇതാ പോവാണ്. ബെസ്റ്റ് ഗെയിമർ ഇൻ ദ ഹൗസ് ആരായിരുന്നു? ആരാ ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു അതില് ഹൗസില്? കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണോ? അതായത് എന്ത് ഇപ്പൊ നന്ദന കാണുന്ന ഒരു രീതിയിലേക്ക് ഒരു ബെസ്റ്റ് ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് ആണ്. എന്തുകൊണ്ടാണ് കണ്ടന്റ് കൊടുക്കാൻ വെച്ചാൽ അടിപൊളിയായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ വെള്ളിയും കയറി ഇങ്ങനെ പിടിച്ച് കൊടുക്കും. ഗെയിമിൽ അതായത് ആൾക്ക് വാശിയുണ്ട്, ഇന്നെ ജയിക്കണം എന്നുള്ളത്. അപ്പൊ ആള് ഗെയിമിലും കാര്യങ്ങളും വർത്താനം പറയണൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ കൊടുക്കേണ്ട സമയത്ത് ചിലതൊക്കെ കൊടുക്കും. അത് ചിലപ്പോ ചില സാധനങ്ങളൊക്കെ പാളി പോവാറുണ്ട്. നല്ല ലാലന്റെ മുമ്പിൽ സോറിയൊക്കെ പറയും. ആള് ചില ആക്ഷൻസും കാര്യങ്ങളൊക്കെ അന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവല്ലോ. റോങ് ഗെയിമർ ആരാ? റോങ് ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മീൻസ് ഡിപ്ലോമാറ്റിക് ആയതാ? നമ്മളിപ്പോ ഒറ്റ സംഭവം വന്നു, പേര് വന്നു, അപ്പാടെ അയ്യോ ഇല്ല ആ പേര് വന്നു അപ്പൊ ഞാൻ പറയും ഇല്ല. ജിന്നച്ചന്റെ പേര് അങ്ങനെ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും നോർമലാ. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇൻജസ്റ്റിസ് ഇൻ ദ ഹൗസ് എന്താ അങ്ങനെ തോന്നിയിട്ടുള്ളത്? ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരുന്നു എന്നാണ് ഫീൽ ചെയ്യണേ? 4-5 വന്നു, ഇതിൽ ഏതാദ്യം പറയണം എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക നന്ദന. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല ചേട്ടാ, അങ്ങനെ തോന്നിയിട്ടില്ല. സീരിയസ്ലി അങ്ങനെ ഒരു മൊമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറിജിനലായിട്ട് നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു മൊമെന്റ് ഒന്നും വരില്ല. അങ്ങനെ പറയാൻ ചേട്ടാ അടുത്ത പോരട്ടെ. ഓക്കെ, ഡബിൾ സ്ട്രാറ്റജി ഫീൽ ചെയ്തതാ ഏത് ഇൻസിഡന്റിലാണ്? രണ്ട് കാലിൽ വഞ്ചിട്ട് നിൽക്കുന്ന എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ എടുക്കാം, രണ്ട് രീതിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക്. എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നത് ജാസ്മിൻ ചേച്ചിനായിരുന്നു. എന്തായിരുന്നു രണ്ട് രീതികളും? രണ്ട് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു ചാരി നിന്നാ മതി എവിടെയെങ്കിലും ഒക്കെ, അങ്ങനെയുള്ള ഒരു മൈൻഡ്. ആളുടെ ഗെയിം അല്ല ഗബ്രി ചേട്ടനായിട്ട് കുറച്ച് നാള് സംസാരിച്ച് ഇതായിപ്പോ ആള് പോയതിനു ശേഷം പിന്നെ വേറൊരാളിലേക്ക് ചാഞ്ഞ പോലെ തോന്നി എനിക്ക്. അല്ല, എല്ലാവരുടെ അടുത്തേക്ക് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ആൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുള്ളൊരു ചിന്ത വന്നു ആൾക്ക് ആ സമയത്ത്. ആളെന്നെ പറയും ചെയ്തു, അത് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണം, എനിക്ക് ഒരാള് വേണം സംസാരിക്കാനും കാര്യങ്ങളും. അങ്ങനെയാണല്ലോ ശ്രീ വെച്ചിട്ടും അർജുനന്റെ അടുത്ത് ഇപ്പൊ എത്തിയത്. ടോപ്പ് 10 നിന്നപ്പോഴും അവരിഞ്ഞായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അത് റിയൽ ആയിട്ട് ആളുടെ ക്യാരക്ടറുടെ ഭാഗമായിട്ട് വരും തോന്നുന്നു, അതോ എവിടേക്കോ ഒരു സ്ട്രാറ്റജി ഈ രീതിയിലേക്ക് കൊണ്ടുപോയാലാണ്? അതെനിക്ക് പേഴ്സണലി ആളറിയില്ലല്ലോ. എനിക്ക് നമ്മളോട് ഇപ്പൊ അവിടെ നിന്നുള്ള സംസാരം മാത്രമല്ല അറിയുള്ളൂ. ഇപ്പൊ ആളുടെ ഗെയിം ആയിരിക്കും ചിലപ്പോ, അറിയില്ല എനിക്ക്. ഏതായിരുന്നു ഹൗസിലെ ഒരു അൺനെസസറി ആയിട്ടുള്ള ഫൈറ്റ്? ഏതാ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി? എനിക്കാണോ എന്റെ ആയിട്ടാണോ? അല്ല, ഇപ്പൊ നന്ദനയ്ക്ക് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ പുറമെ കണ്ടിട്ടുള്ള രീതിയിലേക്ക് പറയാം. ഏത് ഫൈറ്റ് ആയിരുന്നു ഇത് അനാവശ്യമായിരുന്നില്ലേ എന്ന് തോന്നിയത്? നെസസറി ആയിരുന്നില്ല എന്ന് തോന്നിയത് ഏതായിരുന്നു? അനാവശ്യമായിരുന്നില്ലെന്ന് തോന്നിയത് എനിക്ക് ലാസ്റ്റ് ഇപ്പൊ ഉണ്ടായിരുന്നില്ലേ ചേട്ടാ, മറ്റേ ആ ചാക്കിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള സംഭവത്തില് ജിന്റെ ചേട്ടനും അഭിഷേക് ചേട്ടനും തമ്മില്. അത് ജസ്റ്റ് ആ ചാക്കിലല്ല, മറ്റേ ഇത് ഒട്ടിക്കല്, സീലൊട്ടിക്കലായിരുന്നു. അത് സീലിന്റെ ഇത് ഒടിച്ചു കളയും ചെയ്തു. അത് ടിക്കറ്റ് ഫിനാലെയാണ്, അല്ലാണ്ട് ഇവിടെ ഗുസ്തി മത്സരം നടക്കല്ല. അതുപോലെയായിരുന്നുള്ള ഫൈറ്റ്. ഞാൻ അപ്പൊ തന്നെ പറയും ചെയ്തു, അത് ഭയങ്കരമായിട്ട് ഓവറായിരുന്നു. അത് അത്ര. പിന്നെ ആളെ അങ്ങനെ കുത്തി മറിച്ചിടാനൊക്കെ നോക്കി, ശരിയാ, എനിക്ക് തോന്നി ഇഷ്ടമായില്ല. നന്ദന എല്ലാം വേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ. ചില വാക്കുകൾ ഇപ്പൊ ബസ് ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ആ വാക്കുകളൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചത് ഞാൻ നല്ല കുട്ടിയാണ്. പിന്നീട് തോന്നിയില്ല. ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമാണല്ലോ. നമ്മൾ ശ്രദ്ധിക്കാന്ന് പറയുമ്പോൾ നല്ലതിന് വേണ്ടിട്ടല്ലേ. ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മോളെ അങ്ങോട്ട് നോക്കണട്ടാന്ന് പറയുമ്പോൾ നല്ലതിന് വേണ്ടിട്ടല്ലേ ചേട്ടൻ പറയാ, പൊട്ടയ്ക്ക് വേണ്ടി. ഉപദേശിക്കാൻ പോണോ? ഞാൻ അങ്ങനെ ആരെയും ഉപദേശിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സായിച്ചനോട് പറഞ്ഞിട്ടുണ്ട്, സായിച്ചന്റെ സീക്രട്ട് ഏജന്റ് ആവണം, മാറണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റനായപ്പോ എടുത്തു പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നു ഹൈജീനിക്കിനെ പറ്റി അല്ലെ? സോ അങ്ങനെയെങ്കിൽ അവിടെ അൺഹൈജീനിക് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഒട്ടും വൃത്തിയില്ലാത്തൊരു ഒരു സമയം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു തോന്നിയത്? ആ സമയം നിങ്ങളുടെ ചായ തുമ്മിയ സമയം ഉണ്ടായിരുന്നില്ല, അത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുടി കെട്ടി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി കെട്ടി വെച്ചിട്ട് നിന്നാ മതി എല്ലാവരും ഫസ്റ്റ് വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനും പൂജയിച്ചായിട്ട് അവർ അടിയുടെ അതിന്റെ തമ്മിൽ മുടി അങ്ങനെ കെട്ടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ നല്ല കാര്യമാണെന്നുള്ള ബാക്കി എല്ലാവരും തിരിച്ചറിഞ്ഞപ്പോ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വൃത്തിയില്ലാത്തൊരു സംഭവമായിട്ട് പിന്നെ ഞാൻ പോയതിനു ശേഷം വന്നിട്ടില്ല. ഞാനൊരു നല്ല വൃത്തിയുള്ള കുട്ടികളെ അങ്ങോട്ട് കയറി ചെന്നാണ് എല്ലാവരും നന്നാക്കി എടുത്തു.
ആയി അല്ലേ? എല്ലാരും നല്ല വൃത്തിയായി അവിടെ. യെസ്. എന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നു ഗബ്രി?